ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ ദിവസം നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് നൽകിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ആർക്കൊക്കെയാണോ റെസിനേറ്റ് ആവുന്നത് അവർ മെസ്സേജ് അയക്കൂ. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ ഒരു ആരംഭം, പുതിയ ഒരു മാഗ്നറ്റ്, പുതിയ ഒരു ലൈഫ് പർപ്പസിലേക്കാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. ഓക്കെ, ഇത് കരിയറും ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇവയുടെ എല്ലാം ഒരു എൻഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതം ഇനി ഒരു പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. കാലചക്രം മാറിത്തിരിഞ്ഞ് പോകുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വലിയൊരു എമ്പതി, അതായത് സ്നേഹം, കാരുണ്യം, അനുകമ്പ ഇവയ്ക്കുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സോൾ പർപ്പസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം നിങ്ങൾ ഒരു മനുഷ്യ ജന്മമായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു സോൾ, ആ ഒരു ആത്മാവോട് കൂടെയിട്ടുള്ള ഒരു ജീവിതം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിബന്ധവും നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ അനുകരിച്ചിട്ട് നിങ്ങളിപ്പോൾ അത് പോകുന്നുണ്ട്. ഓക്കെ, അത് ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ, അതായത് നിങ്ങളുടെ പഴയ പാസ്റ്റ് മെമ്മറി, ഓക്കെ, നിങ്ങളുടെ പഴയ പാസ്റ്റ് മെമ്മറീസ്, നിങ്ങളുടെ കാര്യങ്ങൾ, ഇവയൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണത്. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ബോധ്യമുണ്ട് ആ വ്യക്തിക്ക്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ തിരിച്ചറിവിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറായിട്ട് മുൻപോട്ട് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പല വ്യക്തികളെയും കണ്ടുമുട്ടിയേക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യകതകളെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സോൾ, ഇന്നർ സ്പിരിച്വൽ ലെവൽ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ കൺമുൻപിൽ വന്ന് നിൽക്കുന്നതല്ല. നിങ്ങൾ ഇൻഡ്യൂട്ട്ലി അത് ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ടെൻഡൻസി, അതായത് ആൻസൈറ്റിങ്, ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ലവും കരിയറുമായിട്ടുള്ള ആകെ കുഴപ്പം പിടിച്ച ഒരു ലൈഫ് ബുദ്ധിമുട്ടിലായിരുന്നു. ആ ബുദ്ധിമുട്ടിൻ്റെ എല്ലാ അവസാന ഘട്ടങ്ങളിലേക്കും നിങ്ങൾ എത്തിയിരിക്കുന്നു. അതിനായി തന്നെ കാലചക്രം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ, അതായത് നിങ്ങളുടെ കരിയറെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലചക്രത്തിൻ്റെ ഒരു, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ കരിയർ സിറ്റുവേഷൻസിൽ പ്രോബ്ലംസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് മുന്നിൽ ഒരാളെ കൊണ്ട് എത്തിച്ചു തരും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യവുമില്ല. അതെല്ലാം കടന്നു പോകും. നാളെ എന്നുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ ഇന്ന് അതെല്ലാം കടന്നുപോയി നാളെ അതൊരു നല്ല ദിവസമായി നിങ്ങൾക്ക് മാറും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്ന ഇൻഡ്യൂട്ട്ലി, അതായത് മൈൻഡ് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓൾ ഓഫ് ഡെക്ക് കാർഡ് വന്നിരിക്കുന്നത് ചാരിയറ്റാണ്. ഇതും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രശസ്തി, ഓക്കെ, നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് കരിയർ സംബന്ധമായിട്ടുള്ള ബിസിനസ്, അതേപോലെ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ,
ഇവയെല്ലാം വികസിപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. അതിനും പറ്റിയ ഒരവസ്ഥയായിട്ടാണിപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് എല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ദിവസം, നല്ലൊരു ഭാവി ഡിവൈനിറ്റി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ലൈഫും അതേപോലെ സ്പിരിച്വൽ ലൈഫാണെന്നുണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുക. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കരിയർ, ഫിനാൻസ് ഇവയെല്ലാം ബാലൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഫീലിങ്സ്, അട്രാക്ഷൻസ് ഇവയെല്ലാം നിങ്ങൾക്ക് ഒരുപാട് തോട്ട് മൈൻഡ് ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെയേറെ ഒരു പോസിറ്റീവ്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ വേറെ ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. അവർക്ക് PhD, ഹോർമോൺസ് ചേഞ്ച്, മൂഡ് സ്വിങ്സ് ഇവയൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥയിലും കൂടിയാണ് നിൽക്കുന്നത്. അവർ ഇപ്പോൾ അവരുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവരോട് പറയുന്നത്. നിങ്ങളുടെ ഹെൽത്തിനെ ഫിസിക്കൽ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഗുഡായിട്ട് കൊണ്ടുപോകുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ സെൽഫ് കെയർ കൊടുക്കുക. സ്വയമേ നിങ്ങളെ വിശ്വസിക്കൂ, നിങ്ങളുടെ ആത്മാവിനെ വിശ്വസിച്ചു കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അകന്നു പോയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, സിറ്റുവേഷൻസ് അല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്നും പുതിയൊരു റൊമാൻസ് വരികയാണ്. പുതിയൊരു വ്യക്തിബന്ധമാകാം, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് മാരേജ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും, അതല്ല ഇപ്പോൾ പറയുന്ന ഈ അവസ്ഥയിൽ സിറ്റുവേഷൻസ് ആയിട്ടുള്ളത് ആർക്കാണോ അത് റെസിഡൻ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. നിങ്ങളുടെ റൊമാൻസ് ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എനർജി മൂവ്മെൻറ്റ് ട്രാൻസ്ലേഷനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി സിറ്റുവേഷൻസ് ആയിട്ട് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ്, അട്രാക്ഷൻസ്, മൂവ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി പോലത്തെ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് ഭയങ്കരമായിട്ടുള്ള ബൗണ്ടിങ്, ഭയങ്കരമായിട്ടുള്ള ആർദ്രത, ഭയങ്കര ഫീലിങ്സ്, ടെൻഡൻസി, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഓക്കെ, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പോലെയുള്ള പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നെത്തിക്കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ലെവൽ നിങ്ങൾക്ക് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നുള്ളൊരു തോന്നലിനും കരുതലിനും തുണയ്ക്കുമായിട്ടുള്ളൊരു വ്യക്തിയും കൂടെ ആയിരിക്കാം അവർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനാണ് പറയുന്നത് ഇവിടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലും ആയി നിന്ന അവസ്ഥ അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈൻ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിപ്പോൾ അനുകൂലമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എതിരെ നിന്നിട്ടുള്ള ആൾക്കാരെല്ലാം അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അതേപോലെ കരിയർ, റിലേഷൻഷിപ്സ്, ഹെൽത്ത് ഇവയെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങളിലാണോ അകപ്പെട്ട് നിന്നത്, ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണോ നിങ്ങൾ പോയത്, അവയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഡിവൈനിറ്റി നിങ്ങൾക്ക് മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽപരമായിട്ടാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്, ഹെൽത്ത് ഇവയിലെല്ലാം ഇപ്പോൾ ഈ റീഡിങ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വെച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓരോ ഡിസിഷൻ മേക്കിംഗ് ആണ് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരു കറക്റ്റ് ഗൈഡൻസ് മെസ്സേജാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സൂപ്പറാണ്, ഗുഡാണ്, ലൈഫ് ഒക്കെ സൂപ്പറായിട്ട് തന്നെ വരും കേട്ടോ. നിങ്ങളുടെ ജീവിതം തീർന്നു എന്നൊന്നും വിചാരിക്കണ്ട.
എന്താണെന്ന് വെച്ചാൽ നല്ലത് ഉണ്ടാകുമ്പോൾ ആരും ഒന്നും ഓർക്കാതെ ജീവിതത്തിൽ കഷ്ടപ്പെടാതെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ അത് എന്തൊരു ജീവിതമാകും അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടത്തേ ഉള്ളൂ അല്ലേ? നമ്മൾ ഒരുപാട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോഴും ഒരുപാട് വേദനകളിലും സഹനങ്ങളിലൂടെയും പോകുമ്പോഴും നമുക്ക് നാളെ എന്നൊരു നല്ല കരുതൽ ഈ ലോകത്ത്, ഈ വേൾഡിൽ നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും കാണാതെ ഭയങ്കര ഡിപ്രസ്സായിട്ട്, ഭയങ്കര ആൻസൈറ്റിങ് ആയിട്ട് അല്ലേ, എങ്ങനെയൊക്കെ ആയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് നല്ല ഒരു മുൻകരുതലെടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ആർക്കൊക്കെയാണോ റെസിനേറ്റ് ആയിട്ടുള്ളത് അവർ മെസ്സേജ് അയക്കും കേട്ടോ. എന്തായാലും ഇന്നത്തെ റീഡിങ് എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.